ഇന്നത്തെ വീഡിയോയിൽ ഒരു ഷോർട്ട് സബ്ജക്റ്റാണ് നമ്മൾ നോക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് എവിടെ വെച്ച്? ദുബായിൽ വെച്ചാണ് നടന്നത്. 2 ദിവസത്തിന് മുമ്പാണ് ഈ ഒരു ഏഷ്യ കപ്പ് ക്രിക്കറ്റ് 2020 മാച്ച് നടന്നത്. അതിൽ ഇന്ത്യ വിജയിച്ചു, ശരി. പക്ഷേ ഇന്ത്യൻ പ്ലേയേഴ്സ് പാകിസ്ഥാൻ പ്ലേയേഴ്സിന് ഷേക്ക് ഹാൻഡ് കൊടുത്തില്ല. ഇതൊരു വലിയ വിഷയമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യ കാണിച്ച് ശരിയല്ല, മാച്ചിൻ്റെ സ്പിരിറ്റിൽ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, യവന്മാരുമായിട്ടുള്ള ഈ ഒരു മാച്ച് നിർത്തണം, യവന്മാരുമായിട്ടുള്ള മാച്ച് പാടില്ല. അങ്ങനെ ഇപ്പോൾ ഗ്ലോബൽ കാണികളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, അതായത് പെഹൽഗാം ആക്രമണത്തിന് ശേഷമെങ്കിലും നമ്മൾ ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഈ ക്രിക്കറ്റ് കളി നിർത്തണം. അതാണ് എൻ്റെ അഭിപ്രായം. നമ്മളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ യവന്മാർ കളി തോറ്റിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും പോയി കളിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല, അത് നിർത്തിക്കൊള്ളുക, അതാണ് നല്ലത്. എന്തിനിപ്പോൾ നമ്മൾ കളിച്ചിട്ട് ഷേക്ക് ഹാൻഡ് മാത്രം കൊടുക്കാതാക്കണം? കളി തന്നെ വേണ്ടാന്ന് വെക്കണം, അത് ഉപേക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തൊരു പോയിന്റ് കൂടി പറയാനുള്ളത്, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ 2 വിഷയങ്ങളിൽ ഇസ്രായേലിന് എതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന്, ഖത്തറിന്റെ ഉള്ളിലേക്ക് അവരുടെ സോവറിനിറ്റി ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം. കാരണം അത് പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ഒരു സോവറിൻ രാഷ്ട്രമാണ്, ആ രാജ്യത്ത് കയറി അറ്റാക്ക് നടത്തുമ്പോഴത്തേക്കും ഒരു രാജ്യങ്ങളും അതിനെ അംഗീകരിക്കില്ല. അതങ്ങനെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിനുള്ളിൽ ആരെങ്കിലും കയറി ആക്രമണം നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ? അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ്റെ ഉള്ളിൽ അത് ചെയ്യാം, അതുപോലെ തന്നെ ഇസ്രായേലിന് ഖത്തറിനുള്ളിൽ ചെയ്യാം. ആ ഒരു ലാംഗ്വേജിൽ അവർ സംസാരിച്ചോളും. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അമേരിക്ക തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ മിഡിൽ ഈസ്റ്റുമായിട്ട് സംസാരിച്ച് ഒരു രീതിയിൽ ഒത്തുതീർപ്പാക്കുന്നത്. അപ്പം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെല്ലാം തന്നെ അവരൊരു നാടകമാണ് നടത്തുന്നത്. അതായത് ഇസ്രായേലിനെതിരെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നമ്മൾ അടുത്തത് ഇസ്രായേലിനെ ആക്രമിക്കണം, അപ്പം നമുക്കൊരു ആർമി വേണം, നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു അറബ് നേറ്റം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരു നാടകമാണ് അവർ നടത്തുന്നത്. ആ നാടകം നടന്ന പിറ്റേ ദിവസം തന്നെ അത് പൊളിഞ്ഞ്. അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ പോയി വീഴാൻ പാടില്ല. ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണ് നിൽക്കുന്നത്, ഖത്തറിനെ ആക്രമിച്ചത് ശരിയാണ് എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നാളെ അബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്ത് അവരുടെ പ്രോബ്ലമൊക്കെ അവർ റെഡിയാക്കി അവർ മുന്നോട്ട് പോകും. മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിൽ ഇന്ത്യക്കുള്ള പ്രയോറിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ 140 കോടി ജനങ്ങളാണ്. നമ്മൾ പല വിഷയങ്ങളും കണ്ടും അറിഞ്ഞും തന്നെയാണ് ജിയോ പൊളിറ്റിക്കലി പ്രാധാന്യമുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ പലർക്കും ഇമോഷണലി വന്നിട്ട് ഇസ്രായേലിനെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല? ഇസ്രായേലിന് നന്നായിട്ട് അറിയാം ഇന്ത്യയുടെ നിലപാട് എന്താണെന്നുള്ളത്. ഇസ്രായേലിന് പോലും ഈ വിഷയത്തിൽ ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല. ഇന്ത്യ എടുത്ത നിലപാട് ഇന്ത്യയുടേതാണെന്ന് കരുതുന്ന ആൾക്കാരാണ് ഇസ്രായേലികൾ. അവർ ഇന്ത്യയുടെ പേര് അനാവശ്യമായിട്ട് ഒരു സ്ഥലങ്ങളിലും വലിച്ചഴക്കാറില്ല. എന്തുകൊണ്ട് ഖത്തർ ആക്രമണത്തിൽ ഇന്ത്യ ഇസ്രായേലോടൊപ്പം നിന്നില്ല, ഖത്തറിനോടൊപ്പം നിൽക്കുന്നു? എന്തുകൊണ്ടാണ് പാലസ്തീനിയൻ സ്റ്റേറ്റിനെ പിന്തുണയ്ക്കുന്നത്? ഈ വക ചോദ്യങ്ങൾക്കൊക്കെ പണ്ട് തൊട്ടേ ഇന്ത്യയുടെ പോളിസി അതാണ്. ആ പോളിസിയിൽ ഇന്ത്യ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കൂ. ഇപ്പോൾ ഇസ്രായേലിന്റെ ഉള്ളിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന് വേണ്ടിയിട്ട് ഒരു റെഫറൻഡമോ അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷനോ പാസ്സാവട്ടെ, അപ്പോൾ ഇന്ത്യ അതിനോടൊപ്പം നിൽക്കും. ഇനി ആ വിഷയം അവിടെ നിൽക്കട്ടെ, അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാണ്. ഇനിയിപ്പോൾ അടുത്തൊരു കരച്ചിൽ. ഈ കരച്ചിൽ വേറെ എവിടെ നിന്നുമില്ല, പാകിസ്ഥാനിൽ നിന്നാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഭയങ്കര പരാജയമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുള്ള നാടാണ് ഇന്ത്യ. അങ്ങനെ കുറച്ച് പേരുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് ഈ കരച്ചിൽ വരുന്നത്. കരച്ചിൽ എന്ന് പറഞ്ഞാൽ നിസ്സാര കരച്ചിലല്ല. അതായത് തീവ്രവാദികളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആൾക്കാർ പുറത്തു വന്ന് കരയാണ്. അതായത് ഇന്ത്യയുടെ ആക്രമണം മാസീവായിട്ടുള്ള ആക്രമണമാണ്, ഇമ്മൻസീവായിട്ടുള്ള ആക്രമണമാണ്, നമുക്കൊരിക്കലും കരുതാൻ പറ്റാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. അതായത് മസൂദ് അസറിന്റെ കൂട്ടാളികളും എവിടെയൊക്കെ താമസിക്കുന്നു, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അവർ താമസിക്കുന്നത്, ഏത് ടൈം ലൈനിൽ അവർ ഉണ്ടാവും എന്നുള്ളതൊക്കെ കൃത്യമായി വിവരശേഖരണം നടത്തിക്കൊണ്ട് ഇന്ത്യ നടത്തിയ ഒരു മാസീവായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് തീവ്രവാദികൾ തന്നെ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നാണ് പറയുന്നത്. ഈ ജയ്ഷ്-ഇ-മുഹമ്മദിന്റെ പ്രവർത്തകൻ തന്നെയാണ്, ലീഡിംഗ് പ്രവർത്തകൻ തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തുവിടുന്നത്. മസൂദ് അസറിന്റെ വളരെ അടുത്ത അനുയായി തന്നെയാണ് ഈ വാർത്ത പുറത്ത് പറഞ്ഞിരിക്കുന്നത്. അത് മസൂദ് അസറിന്റെ സിസ്റ്റേഴ്സ്, അവരുടെ ഹസ്ബൻഡ്സ്, ഇവരെല്ലാവരും തന്നെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മസൂദ് അസറിന്റെ കുടുംബങ്ങൾ മൊത്തം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. എത്ര പവർഫുൾ ആയിട്ടാണ് അവർ ആക്രമണം ഉണ്ടായത്, എത്ര പ്രിസൈസ് ആയിട്ടാണ് അവർ ഈ ലൊക്കേഷൻ കണ്ടെത്തിയത്, ഇതെല്ലാം തന്നെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ മസൂദ് ഇലിയാസ് ആണ് ഈ വിഷയങ്ങളെല്ലാം പുറത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും ഇന്ത്യക്കുള്ളിൽ ചിലർ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ തള്ളാണ്, ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല, ഇന്ത്യ ഒന്നും നേടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തള്ളി മറിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ കേട്ടതാണ്. 9 ക്യാമ്പുകൾ ഇന്ത്യ ടാർഗറ്റ് ചെയ്തതിൽ മേജർ ആയിട്ടുള്ള ക്യാമ്പുകൾ എല്ലാം തന്നെ ഈ ജയ്ഷ്-ഇ-മുഹമ്മദ് എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയുടെ ക്യാമ്പുകളായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യയുടെ വളരെ പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് നടത്താനുള്ള ഒരു കേപ്പബിലിറ്റി, അതാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ടത്. ഇന്ത്യയുടെ കനത്ത ആക്രമണത്തിൽ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി പോയതിന്റെ ദൃക്സാക്ഷിയാണ് ഞാൻ എന്നാണ് മസൂദ് ഏലിയാസ് പറഞ്ഞു വെക്കുന്നത്. ഡയറക്റ്റ് വിറ്റ്നസ് ആണ്. ഇനി മസൂദ് ഏലിയാസ് എന്ന് പറഞ്ഞ ഈ ഒരു തീവ്രവാദിയെ ഇനി ഇന്ത്യയിൽ കൊണ്ടുവന്ന് നേരിട്ട് പറയിപ്പിക്കണമായിരിക്കും. എന്നാലേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ചിലർക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് ഒരു പ്രത്യേകത, ആ ഒരു തീം. അത് എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് വന്നത്? ഈ ഒരു ഇടപെട്ട കാലത്ത് ഇന്ത്യൻ ആർമി നടത്തിയ ഓപ്പറേഷൻസിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ.
അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേര് വേറെ ഒരു ഓപ്പറേഷനും സൂട്ടബിൾ ആയിട്ട് ഇന്ത്യൻ ആർമി ഇതുവരെ സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇതെല്ലാം തന്നെ ഒരു സിംഗിൾ ഐഡിയോളജിയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കശ്മീർ ഇന്ത്യയോടൊപ്പം ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? കശ്മീർ വാലി മെജോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ആ മുസ്ലിം കമ്മ്യൂണിറ്റി പാകിസ്ഥാനോടൊപ്പം നിൽക്കണം എന്നുള്ള ചിന്താഗതിയാണ്. ഈ ഐഡിയോളജി പരമായിട്ടുള്ള ചിന്താഗതി, ഇതിന്റെ പുറകിലൊക്കെ മതമുണ്ട്. മതമില്ലാതെ ഒരു ഇസ്ലാമിക തീവ്രവാദമില്ല. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. അതുകൊണ്ടാണ് ഈ കശ്മീർ പ്രശ്നം ഇപ്പോഴും കിടന്ന് എഴയുന്നത്. ഇപ്പൊ ഇതിലും പകുതി മുക്കാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. കശ്മീരിന്റെ ഉള്ളിൽ ഇന്ത്യയുടെ നാഷണൽ ചിഹ്നമായിട്ടുള്ള അശോക സ്തംഭത്തിന്റെ ആ ഒരു സിമ്പൽ ഉണ്ടല്ലോ, സിംഹത്തിന്റെ സിമ്പൽ, ആ സിമ്പൽ ഇടിച്ചു പൊട്ടിക്കുന്ന രംഗം. എന്താണ് അവനെ പ്രേരിപ്പിക്കുന്നത് വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ്, മതം തന്നെയാണ് പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനത്തെ സിമ്പൽ അവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ്, അവന്റെ ഐഡിയോളജിക്ക് എതിരാണ്. ആ ഐഡിയോളജിക്കൽ ബ്രെയിനാണ് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇവരെയൊക്കെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം ഈ തലമുറകളായിട്ട് ഈ വിഷയം ഇങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. പാകിസ്ഥാന് തീവ്രവാദത്തിന് എണ്ണയും വളവും ഇട്ട് വളർത്തുന്നതിൽ നല്ല രീതിയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ പല തവണ UN ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മസൂദ് അസറിനെ കുറിച്ച് പല തവണ ഇന്ത്യ UN ശബ്ദമുയർത്തിയപ്പോഴൊക്കെ ചൈനയും കൂടി ചേർന്നിട്ടാണ് വീറ്റോ ചെയ്ത് ഇവനെയൊക്കെ സേഫ് ഗാർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ അനുകൂലിച്ച് ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ ഐ വിറ്റ്നസ് ആയിട്ട് ഒരു വ്യക്തി തന്നെ പുറത്തുവന്ന് കാര്യം പറയുകയാണ്. അതിനോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂർ ട്രംപ് ഇടപെട്ട് നിർത്തിയിട്ടില്ല. ഇന്ത്യയുടെ ഒരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ്. ട്രംപിനെ ഏത് രീതിയിലാണ് നമ്മൾ എതിർത്തിരുന്നത്? ട്രംപ് പറഞ്ഞു, ഞാനാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത്, ട്രേഡിന്റെ വിഷയം പറഞ്ഞാണ് നിർത്തിയത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം രണ്ടാമത്തെ തവണയും ഇഷാഖ് ദർ ഇന്നലെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്, ട്രംപ് ഇടപെടാൻ ശ്രമിച്ചു, പക്ഷെ ഇന്ത്യ തേർഡ് പാർട്ടി ഇന്റർവെയിൻ ഞങ്ങൾക്ക് സാധ്യമല്ല, അതുകൊണ്ട് മൂന്നാമതൊരു രാജ്യം ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ട്രംപിനെ തടയുകയായിരുന്നു. ട്രംപിനെ മീഡിയേഷന് അനുവദിച്ചില്ല എന്നുള്ളത് ശക്തമായി പാകിസ്ഥാൻ തന്നെയാണ് പറയുന്നത്. പാകിസ്ഥാൻ ഒരു ഡിപ്ലോമാറ്റിക് ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്, ഇന്ത്യയുമായിട്ടൊരു ഡയലോഗ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ചൈന ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധത്തിലേക്ക് വരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാളും ഈ മറച്ച് വെച്ചുകൊണ്ടിരുന്ന ഈ സംഗതികളൊക്കെ എടുത്തവർ പുറത്ത് ഇടുന്നത്. അതായത് അവർക്ക് നന്നായിട്ട് അറിയാം, ഇനി പാകിസ്ഥാന്റെ ഉള്ളിൽ സ്വർണ്ണമല്ല, ഇനി പാകിസ്ഥാന്റെ ഉള്ളിൽ ഓയിലല്ല, ഇനി പാകിസ്ഥാന്റെ ഉള്ളിൽ എന്ത് തന്നെ ഉണ്ടെങ്കിലും അത് എടുക്കാൻ വരുന്ന കനേഡിയൻ കമ്പനി ആയിക്കോട്ടെ, അമേരിക്കൻ കമ്പനി ആയിക്കോട്ടെ, അവരൊക്കെ അവരുടെ കാര്യം നോക്കി ആ സ്വത്തുക്കളൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് അവർ പോകും. ആഫ്രിക്കയിലും നല്ല രീതിയിൽ ഇതേപോലത്തെ സ്വത്തുക്കളൊക്കെ ഉണ്ട്. എന്നിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഇന്ന് വെസ്റ്റേൺ രാജ്യങ്ങളെ പോലെയോ അല്ലെങ്കിൽ അത്യാവശ്യം ആവറേജ് ഏഷ്യൻ രാജ്യങ്ങളെ പോലെയൊക്കെ ഡെവലപ്പ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്തുകൊണ്ട്? ആഫ്രിക്കയിൽ ഇല്ലാത്ത നാച്ചുറൽ അസറ്റ് ആണോ? പക്ഷെ എന്തുകൊണ്ട് അവർക്കൊരു പുരോഗതി കിട്ടിയില്ല? കാരണം ഈ കൊള്ളയടിപ്പ്. ഇതേ രീതിയിൽ കൊള്ളയടിക്കാനാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ അമേരിക്കയിലും കാനഡ ആയാലും പല രാജ്യങ്ങളും വരുന്നത്. ഇനി അവിടെ സ്വർണ്ണമല്ല, എന്ത് നിധി കിട്ടിയാലും അത് പാകിസ്ഥാന് ഉപകാരപ്പെടില്ല. പാകിസ്ഥാൻ എന്തെങ്കിലും നക്കാപ്പിച്ച ഈ ബിസ്ക്കറ്റ് പോലെ ഇട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. ഈ തിരിച്ചറിവ് പാകിസ്ഥാന്റെ ഉള്ളിൽ 1-2 ആൾക്കാർക്കെങ്കിലും ഉണ്ടാവും. അതിലൊരാളാണെന്ന് തോന്നുന്നു ഈ ഇഷാഖ് ദർ. അപ്പൊ ഈ ഇഷാഖ് ദർ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണ്. പുള്ളിയാണ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ ഒരു ഇൻവോൾവ്മെന്റും ഇല്ല, ഇന്ത്യ ശക്തമായിട്ട് അപ്പോൾ തന്നെ എതിർത്തിരുന്നു എന്നാണ് പറഞ്ഞത്. ആ മൊമെന്റിൽ തന്നെ ട്രംപിനെ ഇടപെടുത്തേണ്ട, ഇന്ത്യ തേർഡ് പാർട്ടി ഇന്റർവെയിൻ ആഗ്രഹിക്കുന്ന രാജ്യമല്ല, ഒരു രീതിയിലുള്ള മൂന്നാമതൊരു കക്ഷിയുടെ ഇന്റർഫെയറൻസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഇന്ത്യയുടെ പോളിസിയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇഷാഖ് ദർ പറഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാനി അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ട്രംപ് ഇടപെട്ടില്ല, പാർലമെന്റിലേക്ക് എന്തൊക്കെയായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശശി തരൂർ വൺ ഓഫ് ദി ബെസ്റ്റ് പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ശശി തരൂർ ആർമിയുടെ നിലപാടിനോട് ഒത്തു തന്നെ ആദ്യം മുതൽ ഈ മൊമെന്റ് വരെ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള ട്രേഡ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്ന ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ത് വന്നാലും ഇപ്പം ശരിക്കും അമേരിക്ക കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് കൂടുതൽ ഇനി കളിക്കാൻ അങ്ങ് വരില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത നമ്മൾ അറബ് ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ ഒരു ഒറ്റ എനിമിയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അറബ് ലീഗ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇസ്രായേലാണ് അറബ് രാജ്യങ്ങളുടെ അൾട്ടിമേറ്റ് എനിമി എന്നുള്ള നിലയിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അറബ് ലീഗ് സമ്മിറ്റ് അവർ അവസാനിപ്പിച്ചത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അറബ് നാറ്റോ രൂപീകരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പാകിസ്ഥാനാണ് അവിടെ ചർച്ചാ വിഷയമാക്കിയത്. പാകിസ്ഥാൻ ഈ അറബ് ലീഗിൽ ഒരു മെമ്പറാണ്. കാരണം അത് ഇസ്ലാമിക് രാജ്യങ്ങൾ എന്നുള്ള രീതിയിൽ വരും, അല്ലാതെ അറബ് രാജ്യങ്ങളുടെ കാറ്റഗറി അല്ല പാകിസ്ഥാൻ വരുന്നത്. പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് രാജ്യം എന്നുള്ള നിലയിൽ അവർ OIC അതേപോലത്തെ ഈ അറബ് മീറ്റിങ്ങിലൊക്കെ അവർ പങ്കെടുക്കും. കാരണം പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യങ്ങളിൽ വെച്ച് തന്നെ ഒരേ ഒരു ന്യൂക്ലിയർ പവർ രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ 2 രാജ്യങ്ങളാണ് ഇനി വന്നിരിക്കുന്നത്. ആ 2 രാജ്യങ്ങളിൽ ഒന്ന് പാകിസ്ഥാൻ, രണ്ടാമത് തുർക്കി. തുർക്കിന്റെ ഉള്ളിൽ ഹമാസ് മെമ്പേഴ്സ് എവിടെയൊക്കെ ഒളിച്ചിരിപ്പുണ്ടോ മൊസാദ് കൃത്യമായിട്ട് സ്കെച്ച് ചെയ്ത് തുർക്കിക്കുള്ളിൽ ഓപ്പറേഷൻ നടത്തും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനുള്ള സൂചനയും ഓൾറെഡി തയ്യബ് എർദോഗൻ കൊടുത്തിട്ടുണ്ട്. അത് തയ്യബ് എർദോഗൻ ഈ ഒരു അറബ് ലീഗിൽ നിന്നും ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തി മെസ്സേജ് ഇട്ടിട്ടാണ് പോയത്.
അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് തായിബ് എർദോഗനും തുർക്കിക്കെതിരെ ഭീഷണി ഉണ്ടായിരുന്നു. ആ ഭീഷണിയെ തുടർന്ന് ഇന്നലെ വീണ്ടും തായിബ് എർദോഗൻ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ റെഡിയാണ്, ഇസ്രായേലുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് ഞാൻ തയ്യാറാണെന്നാണ് തായിബ് എർദോഗൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വെറും വാക്കല്ല, തുർക്കിയുടെ ഉള്ളിൽ സേഫ് ഹെവനായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന എലൈറ്റ് ക്ലാസ് ഹമാസ് മെമ്പേഴ്സിനെ സംരക്ഷിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ ഇതിനെ നോട്ട് ചെയ്യുന്നുണ്ട്. അവർ കൃത്യമായിട്ട് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തുർക്കി ആണെങ്കിലും ശരി തന്നെ, ഖത്തർ ആണെങ്കിലും ശരി തന്നെ, ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഖത്തറിന് അമേരിക്ക ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഇസ്രായേലിന് ഖത്തറിന്റെ ഉള്ളിൽ കയറി അടിക്കാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഞാൻ നോക്കിക്കോളാം. പക്ഷേ മാർക്കോ റൂബിയോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് അമേരിക്കയുടെ നിലപാട് എപ്പോഴും ഇസ്രായേലിനോടൊപ്പമാണ്, അല്ലാതെ തീവ്രവാദികൾക്കൊപ്പം അല്ല എന്നുള്ളൊരു നിലപാട് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഖത്തറിന്റെ മുന്നിൽ. അപ്പോൾ അറബ് രാജ്യങ്ങളെയൊക്കെ അമേരിക്ക ഒരു സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് അറബ് ലീഗിൽ തായിബ് എർദോഗനേക്കാളും തുർക്കിയെക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇസ്രായേലിനെതിരെ കരുക്കൾ നീക്കിയ ഒരു രാജ്യമായിട്ട് മാറുകയാണ് പാകിസ്ഥാൻ ഒരു ആണവായുധ രാജ്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിന്റെ അടുത്ത ടാർഗറ്റ് പാകിസ്ഥാൻ ആണെന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഈ പാകിസ്ഥാനെ കുറെ നാൾ കൊണ്ടേ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും ഇന്ത്യയുടെ അടുത്തേക്ക് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ എപ്പോഴും ഇങ്ങ് വരും, എന്നിട്ട് അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യും, പഠിക്കും. ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ചെറിയ ക്ലാഷ് ഉണ്ടായാൽ തന്നെ ഇസ്രായേൽ വന്നിട്ട് അതിനെ പഠനം നടത്തും. എന്താണ് ഇവർ ചെയ്യുന്നത്, ഈ ISI ഇവരുടെയൊക്കെ ഏർപ്പാടുകൾ എന്തൊക്കെയാണ്, ഇവരുടെ സംവിധാനങ്ങൾ എന്താണെന്നൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് എല്ലാ യുദ്ധങ്ങളും ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളും, ചില്ലറ യുദ്ധങ്ങളെല്ലാം തന്നെ, എല്ലാ അറ്റാക്ക് മെത്തേഡുകളെല്ലാം തന്നെ ഇസ്രായേൽ ഡേറ്റാ ബാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗാസയ്ക്കുള്ളിൽ വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഇസ്രായേൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. ശരിക്കും 19-ാം തീയതി വരെ ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ പ്രത്യേക ഏരിയ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയക്കുള്ളിൽ പൊക്കിവണം. ബാക്കിയുള്ള ഏരിയ എല്ലാം ഇസ്രായേൽ അങ്ങ് തൂത്ത് പറക്കി വൃത്തിയാക്കുകയാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെ ചെറുത്തുകൊണ്ട് ഏത് രാജ്യം വന്നാലും ആ രാജ്യത്തിനെയും അറ്റാക്ക് ചെയ്യും ഇസ്രായേൽ. അതാണ് ഇപ്പം ഫൈനസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതോടെ തുർക്കിയൊക്കെ വാചകം അടിച്ചിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഒരിക്കലും ഇസ്രായേലിനെതിരെ ഇറങ്ങി വരാനുള്ള കെൽപ്പ് അവർക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പം അഥവാ ഇറങ്ങി വരുന്നെങ്കിൽ ഈ എത്ര അറബ് രാജ്യങ്ങൾ ഇറങ്ങി വരും? ഓൾറെഡി തന്നെ സൗദി അറേബ്യ, UAE ഇവരെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള ഏരിയയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്നലെ അതായത് അറബ് ലീഗ് സബ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹൂത്തികളുടെ മേളിൽ ആക്രമണം നടത്തി ഇസ്രായേൽ. ഹൂത്തികളുടെ പോർട്ട് ഏരിയയിൽ തുരുതര അറ്റാക്ക്, മാസീവായിട്ടുള്ള അറ്റാക്ക്. 2 മണിക്കൂറിന് മുമ്പ് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, രക്ഷപ്പെടാനുള്ളവൻ രക്ഷപ്പെട്ടോ, ഞാൻ ഈ മേഖലയിൽ അറ്റാക്ക് നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ പോയിട്ട് ഹൂത്തികളുടെ ഹുദൈബ പോർട്ട് മുതൽ അങ്ങോട്ട് തുരുതര വെച്ച് കാച്ചി കൊടുത്തത്. അങ്ങനെ ഒരു ആക്രമണം ഹൂത്തികളുടെ മേളിൽ നടത്തിയിട്ടുണ്ട്. ഈ ഹൂത്തികളുടെ മേളിൽ ആക്രമണം നടത്തിയത് എന്തുകൊണ്ടാണ്? സൗദിക്ക് ഒരു സൂചന കൊടുത്തതാണ്. നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന, നിങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യുന്ന ട്രേഡ് ഷിപ്പുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, നിങ്ങളുടെ വ്യാപാരത്തിനെ ബാധിക്കുന്ന, നിങ്ങളുടെ എണ്ണക്കിണറുകളെ ടാർഗറ്റ് ചെയ്യുന്ന ഈ ഹൂത്തികളെയാണ് ഞങ്ങൾ ഇപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് സിംബോളിക് മെസ്സേജാണ് ഇസ്രായേൽ അതിലൂടെ സൗദി അറേബ്യക്ക് കൊടുത്തത്. സൗദി അറേബ്യ അതോടുകൂടി തന്നെ ഒതുങ്ങി അവിടെ മൂലയിൽ ഇരിപ്പുണ്ട്. ഇനി വെറുതെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരും, പക്ഷേ ഇസ്രായേലിനെതിരെ ഒരു ചൂണ്ടുവിരൽ അനക്കാൻ പോലും തയ്യാറാവില്ല ഭൂരിഭാഗം അറബ് രാജ്യങ്ങൾ. ഇതാണ് യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യം. ഇപ്പൊ ഇതിൽ പെടാൻ പോകുന്നത് പാകിസ്ഥാനും തുർക്കി ആയിരിക്കും. തുർക്കി നൈസിന് ഒതുങ്ങും. എർദോഗൻ എപ്പോഴും ഡബിൾ സ്റ്റാൻഡുള്ള ആളാണ്. പക്ഷേ പാകിസ്ഥാൻ കൂടുതൽ കിടന്ന് തിളച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും നല്ല രീതിയിൽ അടി മേടിച്ച് കൂട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓൾറെഡി നെതന്യാഹു ന്യൂക്ലിയർ പവറായിട്ടുള്ള അറബ് ലീഗിൽ സംസാരിച്ച ആളിനെ കുറിച്ച് നെതന്യാഹു നോട്ട് ചെയ്ത് തന്നെ പോയിട്ടുണ്ട്. ആ സ്പീച്ചിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏത് ന്യൂക്ലിയർ പവർ ആണെങ്കിലും ഇറാന്റെ ഉള്ളിൽ ഓൾറെഡി ഇല്ല. നെതന്യാഹു പറഞ്ഞു വെച്ച ആ ഒരു ന്യൂക്ലിയർ പവർ എന്നുള്ളത് പാകിസ്ഥാനാണ്. അതിനെയാണ് ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ വഷളാക്കിയത് ശരിക്കും സൗദി അറേബ്യയുമായിട്ട് ഷഹബാസ് ഷെരീഫ് നിൽക്കുന്നത് കണ്ടില്ലേ? അവർ കയ്യിൽ വെച്ചിരിക്കുന്ന എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ആണവായുധം അറബ് രാജ്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്ചേഞ്ച് പോയിന്റ് വെച്ചുകൊണ്ടാണ് ഈ ഒരു കരാർ നടത്തിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും ഇസ്രായേലിനെ ചോടിപ്പിക്കുന്ന വിഷയങ്ങൾ ഇതാണ്. ഇപ്പൊ മെയിനായിട്ട് പാകിസ്ഥാന്റെ മേളിൽ പണ്ട് തന്നെ ഒരു കണ്ണുണ്ടായിരുന്നെങ്കിലും ശരിക്കും ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിയ ഒരു വിഷയം ശരിക്കും അറബ് രാജ്യങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ന്യൂക്ലിയർ സപ്പോർട്ട് കൊടുക്കുന്നതായിട്ടാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ മേളിൽ ഇസ്രായേലിന്റെ കണ്ണ് തീർച്ചയായിട്ടും വന്ന് പതിച്ചിരിക്കുന്നത്. ശരിക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് തന്നെയാണ് ഇത് എസ്കലേറ്റ് ആവുന്നത്. തൽക്കാലം ഈ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഗാസയ്ക്കുള്ളിൽ ഇപ്പം നിലവിൽ ഞാൻ ഇതിനു മുമ്പ് വെച്ചിരുന്ന പോസ്റ്ററൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? അതായത് ടോണി ബ്ലെയറിന്റെ, നമ്മൾ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്ന ആ ഒരു കമ്പനി, ഈ GHF എന്ന് പറഞ്ഞ അവിടുത്തെ എയ്ഡ് നടത്തുന്ന കമ്പനി, അതുമായിട്ട് ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ്, ബോസ്റ്റനെ ആസ്ഥാനമാക്കിയ കൺസൾട്ടിംഗ് കമ്പനി, ഇവരെല്ലാം തന്നെ ഇപ്പം കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. ഇത്രയും നാളും അത് കുറച്ച് ഹിഡൻ ആയിരുന്നു വിഷയങ്ങളൊക്കെ. ഇപ്പൊ അവർ തന്നെ ഓപ്പൺ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ഇപ്പം ഗാസയ്ക്കുള്ളിലായാലും ശരി, വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലായാലും ശരി, അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ട സ്ഥലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാനുള്ള ധാരണകളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പൊതുവിൽ. അപ്പൊ പാകിസ്ഥാന് വേണ്ട കുഴി ഇപ്പൊ തന്നെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് ഗുണമുണ്ടാകുന്ന അറബ് രാജ്യങ്ങൾ ഇവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇസ്രായേലിനോടൊപ്പം അമേരിക്ക നിൽക്കുന്നത്. ആ സാഹചര്യത്തിലാണോ പാകിസ്ഥാനെയൊക്കെ
പാകിസ്ഥാനെയൊക്കെ ഏത് മൊമെന്റിൽ എടുത്ത് കളഞ്ഞെന്ന് കേട്ടാൽ മതി അമേരിക്ക. അപ്പം ആ രീതിയിൽ പാകിസ്ഥാൻ തന്നെ സ്വയമേ ഇപ്പം കുഴി കുഴിച്ച് കാത്തിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് മെയിനായിട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് പാകിസ്ഥാന്റെ ഒരു നിലപാട്. അപ്പം നെക്സ്റ്റ് ടാർഗറ്റ് തീർച്ചയായിട്ടും പാകിസ്ഥാനിലേക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് സോ മച്ച്.